പുലിയും ആനയും കടുവയും ഒക്കെ നാട്ടിലിറങ്ങാത്ത ദിവസം ഇല്ലെന്ന് തന്നെ പറയാം അല്ലേ? ഞാൻ പോകുന്നത് ഈ മലപ്പുറം മണ്ണാർമലയിൽ. അവിടെ വീണ്ടും പുലി എന്നുള്ളതാണ്. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നു. പുലിയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ച് നടത്തി. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, പലവട്ടം പരാതിപ്പെട്ടു, പലവട്ടം ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു, പക്ഷേ എങ്കിലും ഒരു തരത്തിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ വനം വകുപ്പ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എങ്ങനെയാണ്? വനവകുപ്പ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവരെ. കാരണം ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ മണ്ണാർമലയിൽ നാട്ടുകാർ സ്ഥാപിച്ച ഈ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. അത് നാട്ടുകാർ പലതവണ വനവകുപ്പിനെ അറിയിച്ചു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ഉണ്ടെന്ന് നാട്ടുകാർ പറയുമ്പോൾ വന്ന് ഒരു പരിശോധന നടത്തും, അതിനുശേഷം തിരിച്ചു പോകും. ഒരു കൂട് സ്ഥാപിക്കുന്നതിനോ മറ്റ് നടപടികളോ ഈ പുലിയെ പിടികൂടുന്നതിനുള്ള നടപടികൾക്കോ ഒന്നും തയ്യാറായിട്ടില്ല. ഈ മണ്ണാർമല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജനവാസ മേഖലയാണ്. അതായത് പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരിടമാണ് ഈ മണ്ണാർമല എന്ന് പറയുന്നത്. കാരണം ഈ പുലി ഇപ്പോൾ നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കാണുന്ന ചാടി പോകുന്ന ഭാഗം ഒരു റോഡിലേക്കാണ്. അതൊരു പ്രധാനപ്പെട്ട റോഡാണ്. ആ പെരിന്തൽമണ്ണയിൽ നിന്നും പോകുന്ന ആ പ്രധാനപ്പെട്ട റോഡ് ക്രോസ് ചെയ്യുകയാണ് ഇപ്പോൾ പുലി ചെയ്യുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങനെ ഒരു ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ ഒരു പുലി ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരു നടപടിയും വനവകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ജനങ്ങൾ രോഷാകുലരാണ്. പലതവണ ജനങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. ഇന്നലെ രാത്രി തന്നെ അവർ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് ഓഫീസിലെത്തി പ്രതിഷേധം അറിയിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ നമ്മളിപ്പോൾ അന്വേഷിക്കുമ്പോഴും വനംവകുപ്പ് ഈ പുലിയെ പിടികൂടുന്നതിനുള്ള യാതൊരു നടപടിയും ഇതുവരെയും തുടങ്ങിയിട്ടില്ല. ഒരു കാളികാവിലെ ഒരു കടുവയുടെ സാന്നിധ്യമുണ്ട്. ആ കടുവയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തെരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. ആ കടുവയെ കണ്ടെത്തിയ ഇടവും ഒപ്പം തന്നെ ഈ പുലിയുള്ള ഇടവും തമ്മിലൊരു 15-20 കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വന്യജീവികളുടെ, പ്രത്യേകിച്ച് കടുവ, പുലി പോലുള്ള അത്തരം ഭീകര ജീവികളുടെ തന്നെ സാന്നിധ്യം ഉണ്ടാവുന്നത് ജനവാസ മേഖലയെ ആകെ ഭീതിപ്പെടുത്തുന്നതായി മാറിയിട്ടുണ്ട്. ചെയ്തു ശരി ശാന്തകുമാർ, ഇത് ഈ പടർത്തുന്ന ഭീതി അത് ഒട്ടും ചെറുതല്ല, ഭയാനകമാണ്. ഈ പറഞ്ഞതുപോലെ ഒരിടത്ത് കാളികാവിൽ നരഭോജി കടുവയ്ക്കായി പിടികൂടാനുള്ള ദൗത്യം നടക്കുന്നു. കുറച്ചിപ്പുറത്ത് മണ്ണാർമലയിൽ പുലിയുടെ സാന്നിധ്യം അത് സ്ഥിരീകരിക്കപ്പെടുന്നു. ഈ ദൃശ്യങ്ങൾ സഹിതം പരാതിപ്പെട്ടിട്ടും വനം വകുപ്പ് ഒന്നും ഒരു നടപടിക്ക് പോലും മുതിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വീടിൻ്റെയൊക്കെ മുന്നിൽ നമുക്കിപ്പോൾ നമ്മൾ ഈ മലയോര മേഖലയുമായിട്ട് ചേർന്നൊന്നും താമസിക്കാത്തവർ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ നേരിട്ട് അനുഭവിക്കാത്തവരെ സംബന്ധിച്ച് നമുക്ക് അത് എത്രത്തോളമാണെന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ആ ഭാഗത്തൊക്കെ താമസിക്കുന്നവരുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ഈ വെറുതെ ഈ പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്ന പോലെ വീട് തുറന്നാൽ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു മൃഗം, ഈ പുലിയും കടുവയും ഒക്കെ പോവുകയാണ്. ഈ ഇത്രയും ക്രൂര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൃഗങ്ങളൊക്കെ സഞ്ചരിക്കുന്നു, വന്യമൃഗങ്ങൾ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് അത്രമേൽ ആശങ്കയാണ്, അത്രമേൽ ഭീതിജനകമാണ്. അതാണ് ഈ ദൃശ്യങ്ങളടക്കം പരാതിപ്പെട്ടിട്ട് പോലും ഈ ഉദ്യോഗസ്ഥർ ഒരു നടപടിയും എടുക്കുന്നില്ല എന്ന് ഈ നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് മലപ്പുറത്തെ കാഴ്ചകളാണ്.